ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും വേണ്ട. പലഹാരങ്ങൾക്കൊപ്പവും ഈ ചട്നി കൂട്ടി കഴിക്കാം. ഇനി ഇതിൻ്റെ റെസിപ്പിയും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 22 ചെറുതും വലുതുമായ ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തു. 5 കാശ്മീരി ചില്ലി, നന്നായി പഴുത്ത ഒരു ടൊമാറ്റോ, 1 കപ്പ് ചിരകിയ തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി, കുറച്ച് കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്യുക. കടായി ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് എണ്ണയിൽ വാട്ടിയെടുക്കാം. ഇപ്പോൾ ചെറുതായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി വറ്റൽമുളക്, ഇഞ്ചി എന്നിവ കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇപ്പോൾ ഉള്ളിയും മുളകും ഇഞ്ചിയും നന്നായി വഴണ്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയും കട്ട് ചെയ്തെടുത്ത ടൊമാറ്റോയും ആഡ് ചെയ്യാം. വീണ്ടും നന്നായി വഴറ്റുക. ടൊമാറ്റോ നന്നായി വെന്തുടഞ്ഞ് വരുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ടൊമാറ്റോ നന്നായി വെന്തുടഞ്ഞ് വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങ ചൂടാകുന്നതുവരെ 1 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളവും ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്ന ചട്നി പെട്ടെന്ന് ചീത്തയാകില്ല. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത്. ആദ്യം ഒന്ന് അരച്ചപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. ഇനി കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് ചട്നി അരച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചട്നി റെഡിയായിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. സൂപ്പർ ടേസ്റ്റിയായ ഈ വെറൈറ്റി ചട്നി ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചട്നിയായിരിക്കും. എരിവും പുളിയും മുന്നിട്ട് നിൽക്കുന്ന ഈ ചട്നി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയുടെ ആവശ്യമില്ല. ചോറിന് മാത്രമല്ല, എല്ലാ പലഹാരങ്ങൾക്കൊപ്പവും ഈ ചട്നി കൂട്ടി കഴിക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുതേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.